എക്കാലത്തെയും ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന സഖാവ് ഇ കെ നയനാരുടെ ഓർമ്മ ദിനമാണിന്ന്. ഇവിടെ സംസാരിച്ച സ്വാഗത പ്രസംഗകരും അധ്യക്ഷ പ്രസംഗകരുമൊക്കെ സഖാവ് നയനാരുടെ ജീവിതത്തെക്കുറിച്ചും സഖാവ് നയനാർ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും ഭരണാധികാരി എന്ന നിലയിലും എഴുത്തുകാരനും പ്രഭാഷകനും എന്ന നിലയിലും ഇതിനെല്ലാം അപ്പുറം അസാധാരണനായ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ഒക്കെ എന്തെല്ലാം പാഠങ്ങളാണ് പിന്നീട് കടന്നു വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുത്തത് എന്ന കാര്യം, അതാണ് ഇതുപോലുള്ള ഓർമ്മ ദിനങ്ങളിൽ നമ്മൾ ഓർത്തെടുത്ത് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം ഓർക്കേണ്ട പലതും നമ്മൾ ചിലരെങ്കിലും സമൂഹത്തിൽ മറന്നു പോകുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട അനുഭവങ്ങൾ നമുക്കുണ്ട്. സമൂഹത്തെ പലതരത്തിൽ വിഭജിക്കുന്ന പലതരം വർഗീയ ശക്തികൾ കേരളത്തിൽ പോലും അവിടെയും ഇവിടെയും സ്വാധീനമുറപ്പിക്കുന്നുണ്ടോ, തലമുക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മളെല്ലാം അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകമാണ്. എന്നാലും കേരളം ഇന്ത്യക്കൊരു വിസ്മയമായും ഇന്ത്യക്കൊരു മാതൃകയായും ഒട്ടേറെ മേഖലകളിൽ വെളിച്ചം പകരുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സാഹിത്യ സാംസ്കാരിക ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോൾ വളരെ പ്രശസ്തരായ ചില വ്യക്തികൾ, അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അവർ കേരളത്തിൽ വരുമ്പോഴാണ് വലിയ സദസ്സിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലുള്ള വിമർശനങ്ങൾ, ഇതുപോലുള്ള നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഇന്ന് ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു നാട് കേരളം മാത്രമാണ് എന്ന് പല പ്രമുഖരും പറഞ്ഞത്. അതിൽ ചിലരുടെ മാത്രം പേര് പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില പേരുകൾ ഞാൻ പരാമർശിക്കാം. അങ്ങനെ നമുക്ക് ഉത്കണ്ഠയും പരാതിയും ഉള്ള തെറ്റായ ചില പ്രവണതകളും കേരളത്തിൽ അവിടെയും ഇവിടെയുമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിക്കാവുന്ന ഒരു കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നവോത്ഥാന നായകന്മാർ പങ്കുവഹിച്ചിട്ടുണ്ട്, അതൊരു സംശയവുമില്ല. ആ നവോത്ഥാന നായകന്മാർ പങ്കുവഹിച്ചതിന് ശേഷം ആ നവോത്ഥാന നായകന്മാർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കടമകൾ ഒരു പുതിയ കേരളം, ഓർക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കേരളം സൃഷ്ടിക്കുന്നതിൽ EMSനെയും AKജിയെയും പി കൃഷ്ണപിള്ളയെയും പോലുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർക്കൊപ്പം അവർക്ക് തൊട്ട് പിന്നാലെ ഈ നാടിനെ ഇന്നത്തെ നാടാക്കുന്നതിൽ സംഭാവന നൽകിയ അതുല്യനായ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു സഖാവ് ഇ കെ നയനാർ എന്ന് ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. എന്നെപ്പോലുള്ള എളിയ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇങ്ങനെ സഖാവ് നയനാരുടെ ഓർമ്മ ദിനത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി സഖാവ് നയനാരുമായിട്ടുള്ള ഇടപഴകാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാൻ ഒക്കെ കിട്ടിയ നിമിഷങ്ങൾ സഖാവ് KK രാഗേഷുമായിട്ട് ഇങ്ങനെ പയ്യന്നൂരിലൊരു പരിപാടി കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം നിരത്തിവെക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത്. പ്രകൃതി ചെറിയ തോതിൽ നമ്മളോട് ചെറിയൊരു പരിഭവം കാണിക്കുന്നുണ്ടോ എന്ന് സംശയം. എന്നാലും വലിയ ചൂടും
വേവും ഒക്കെ ആയിട്ടിരിക്കുമ്പം അല്പം മഴ പെയ്യണമെന്നൊക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ യോഗം നടത്തുന്ന സമയത്താകുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് പരാതിയുമാകും. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് പറയുകയായിരുന്നു.